everyone. Welcome to our YouTube channel. നമ്മൾ ഇന്നൊരു സ്ഥലം വരെ പോവാ. നമുക്കിന്നൊരു ഗസ്റ്റ് ഉണ്ട്. ഒരു ഗോസ്റ്റിനെ കൂട്ടാൻ പോവാ. ആക്ച്വലി ആളവിടെ എത്തിയിട്ടുണ്ട്. നമ്മൾ പ്ലാൻ ചെയ്ത സമയത്ത് തന്നെയുള്ളേ, പക്ഷെ ആൾ കുറച്ച് നേരത്തെ അവിടെ എത്തി. നമ്മളിപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടേ ഉള്ളൂ. ഇനിയിപ്പോൾ ഒരു 10 minutes 15 minutes 10 minutes നമ്മളവിടെ എത്തും. അപ്പം നമുക്ക് ആളെ കാണാം. നമുക്കിവിടെ ബക്രീദിൻ്റെ വെക്കേഷനാണ്. ഇന്ന് സ്റ്റാർട്ട് ചെയ്യില്ല, ഇന്ന് വർക്കിംഗ് ഡേ ആയിരുന്നു. ഇന്നിപ്പോൾ മൺഡേ അല്ലേ, നാളെ തൊട്ട് 5 days. അപ്പോൾ ലീവില്ലാത്തവരെ ലീവ് എടുപ്പിച്ച് കൊണ്ടുവന്നതാണ്. അപ്പോൾ നമുക്ക് ആളെ പോയി കണ്ടുപിടിച്ചിട്ട് വരും. കാണിച്ചോണ്ടിരിക്കുക, ഞാൻ കണ്ടില്ല. സീരിയസ് ആയിട്ട് എന്തോ ആലോചിച്ചിരിക്കുന്നു. ഹലോ എടീ, ഞാനിപ്പോൾ ലൊക്കേഷൻ അയച്ചിട്ടുണ്ട്. ഞാൻ ഈ ബിൽഡിങ്ങിന്റെ ഫ്രണ്ട് സൈഡിലുണ്ട്. ആണോ? ഇപ്പുറത്തോട്ട് ഞാൻ ലൊക്കേഷൻ ഫ്രണ്ട് സൈഡിലോട്ട് ഇറങ്ങി വരുമ്പോഴേ കാണാം. എൻട്രൻസിൽ പാർക്കിന്റെ അങ്ങോട്ടേക്കാണോ അതോ പാർക്കിന്റെ അങ്ങോട്ടോ അതിന്റെ ഫ്രണ്ട് സൈഡിൽ ഒരു ബിൽഡിംഗ് ഇല്ലേ? നോക്കട്ടെ. കണ്ടുപിടിച്ചാ ആ വരുന്ന ബ്ലാക്ക് കുട്ടിയാണ് ഈ കുട്ടി. ഹലോ, വെൽക്കം ടു ഊട്ടി. നൈസ് ടു മീറ്റ് യു. ഗോസ്റ്റിനെ കൂട്ടാനാണ് ഞങ്ങൾ ഇത്ര നേരം അവിടെ നിന്ന്. നിങ്ങളുടെ വണ്ടിക്ക് സമയം കാലമൊന്നുമില്ലേ? ഞങ്ങൾ നേരത്തെ വരും. കാണാൻ മുട്ടിയിട്ട് ഓടി വന്നതാണ്. സ്പെല്ലിങ് പോലും കറക്റ്റ് അല്ല എൻ്റെയാ. ഹൗ ഡു ഐ ലുക്ക്? നല്ല മോശമായിട്ടുണ്ട്. എന്താ കണ്ണൊക്കെ ഒരുമാതിരി ഇടുങ്ങിച്ച്. എടി, ഇവിടെ പീഡനമാണ് ഈ ഭർത്തൃ വീട്ടില്. നല്ല ഗുമ്മായിട്ടല്ലേ ഇരിക്കുന്നേ. നോക്കിയാ, ഇതിനെ ഞാൻ എങ്ങനെയാ വളർത്തി വലുതാക്കിയേക്കുന്നതെന്ന്. എന്നെ കണ്ടിട്ട് നിനക്ക് എന്നാ തോന്നേ? എനിക്ക് വയ്യാത്തോലെ തോന്നുന്നുണ്ടോ? എനിക്ക് വയ്യടി. നീ വന്നിട്ട് റെസ്റ്റ് എടുക്കാൻ വെച്ച് ഞാനിരിക്കുക. സത്യമായിട്ടും അവസ്ഥ ജെന്നി അടുത്തോ ഇരുന്നിരുന്ന് അത് ചിലപ്പോ കാണും. ഉച്ചക്ക് കഴിച്ചില്ലല്ലോ? അവിടെ ഒന്നും ഉണ്ടാക്കി വെച്ചിട്ടില്ല. അവിടെ എനിക്ക് ഭയങ്കര ചൂട് തോന്നായിരുന്നു. പക്ഷെ ഇവിടെ ഓക്കെ, ഇവിടെ നല്ലൊരു പുറത്തേക്ക് എടി ഈ സമയത്തിന്റെ അടി വന്നിറങ്ങിയപ്പോ. പക്ഷെ അവിടെ ഇപ്പോഴും ഒരു പുഴുങ്ങി നിൽക്കുന്ന. ഞാൻ ഡ്യൂട്ടി കഴിഞ്ഞ് ഇറങ്ങിയുള്ളൂ. ഞാൻ ഒന്നും ഉണ്ടാക്കിയിട്ടില്ല. ഒന്നും ഉണ്ടാക്കാത്തതിന്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ചിക്കൻ ഫ്രീസറിലുണ്ടെന്നുള്ള ധൈര്യത്തിലായിരുന്നു ഞാൻ. പലപ്പോഴും പറഞ്ഞില്ല, എന്നോട് തർക്കിച്ചു. പറഞ്ഞില്ല ചിക്കൻ ഉണ്ടല്ലോ, അപ്പൊ ഞാൻ പറഞ്ഞു ചിക്കൻ ബ്രസ്റ്റേ ഉള്ളൂ, വേറെ എവിടെയാണ് മേടിച്ചതെന്ന് ചോദിച്ചപ്പോ അതിനകത്തുണ്ട്. എനിക്കറിയാൻ പാടില്ലേ? എന്റെ പൊന്ന് ബാക്കി ഫുള്ളൊന്ന് തള്ളി കയറ്റി പോണം കേട്ടോ. ഞാൻ അങ്ങനെ എന്റെ മൈൻഡില് ചിക്കൻ ബ്രസ്റ്റും ചിക്കനും മേടിച്ചു എന്നാണ് വിചാരിച്ചത്. പക്ഷെ ഞാൻ ഇന്നെല്ലാ സാധനം അരിഞ്ഞു ചിക്കൻ ബ്രസ്റ്റ് എടുക്കുമ്പോ ചിക്കൻ ബ്രസ്റ്റ് ഇല്ല. നീ അടി ഉണ്ടാക്ക ചിക്കൻ ബ്രസ്റ്റ് മാത്രം ഉണ്ടായിരുന്നുള്ളൂ കുട്ടി. മമ്മീനോട് പറഞ്ഞോ എത്തിയത്? വീട്ടിൽ ചെന്നിട്ട് വിളിക്കാം. എന്നിട്ട് എന്താ കഴിച്ച? ഒന്നും കഴിച്ചില്ല. ബൈ ദ വേ, ഇതാരാണെന്ന് നിങ്ങൾക്കറിയാമോ? അറിയില്ല. എന്റെ ചേച്ചിയാട്ടോ. കണ്ടാല് തോന്നും. നമസ്കാരം, വെൽക്കം ടു ഊട്ടി. നൈസ് ടു മീറ്റ് യു. അവരൊക്കെ ഇച്ചിരി ഉറക്കം സംസാരിക്കുന്നതിന് എന്തെങ്കിലും തരണോ? ഇത് പറഞ്ഞാല് എനിക്കൊരു അത് തനി മലയാളിയുള്ള തനിമലയുടെ ഹസ്ബൻഡിനെ പോലെയാ. എന്നിട്ട് ആരും ഇല്ലായിരുന്നു വണ്ടിയിൽ, അതുകൊണ്ട് അല്ല ആൾക്കാരുണ്ടായിരുന്നു. പക്ഷെ ഇവിടുത്തുകാരായിരുന്നു എല്ലാവരും. സൗദീസ് മാത്രം ഉണ്ടായിരുന്നു. ഇത്രയും ഡീസന്റ് ആയിട്ടൊക്കെ സംസാരിക്കുന്നു. അത് പറഞ്ഞത് ഓക്കെ, ഞാൻ കറക്റ്റ് ആയിട്ടുള്ള കാര്യം പറയാം. എന്നിട്ട് പറ. അല്ല, എല്ലാവരും എന്നെ ഏതോ ഫോറിനറിനെ പോലെ വരുന്നത്. നീ കഴിഞ്ഞ തവണ വന്നത് ഈ നാട്ടുകാരെ പോലെ ആയിരുന്നല്ലോ. ഇത്തവണ നീ കുറച്ച് ഫോറിനർ ആയതുകൊണ്ടാ. ഇനി അടുത്ത ഇനി തൊട്ട് ബസ്സിനാണോ വരുന്നത്, ട്രെയിനാണോ വരുന്നത്? നീ തിരിച്ചെങ്ങനെയാ പോണേ? ട്രെയിനിന് പോകും. നേരത്തെ ബുക്ക് ചെയ്തോ? ഇന്ന് ചെന്നിട്ട് ബുക്ക് ചെയ്യും.
നിനക്ക് എന്നത്തേക്കാ ഡ്യൂട്ടി? എന്നായിരുന്നു 30 നൈറ്റ്. നിന്റെ എല്ലാം ഇതും കഴിഞ്ഞോ? മറ്റേ ഇല്ല, ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തോളൂ. അല്ല മറ്റേ ഇത്. അപ്പോൾ നമ്മൾ ലുലുവിലെത്തിയിരിക്കുന്നു. ലുലുവിൽ വന്ന് കുറച്ച് അത്യാവശ്യ സാധനങ്ങളൊക്കെ മേടിച്ചിട്ട് റൂമിലേക്ക് പോവാം. മെയിനായിട്ട് ചിക്കൻ. നമ്മൾ ചായ കുടിക്കാൻ പോവാം. കുട്ടിക്ക് ചെറുതായിട്ട് വിശക്കുന്നു. കുറച്ച് മേക്കപ്പ് കൂടി പോയോ ചേട്ടാ? ഉള്ളിലത്തെ ഫില്ലിങ് നല്ലതാണോ? ചൂടാക്കി മേടിക്കായിരുന്നു അല്ലേ? ചിക്കൻ ആയിരിക്കും. എന്നാ പപ്സിൻ്റെ ഉള്ളിലെ പോലെ ചിക്കൻ അത്യാവശ്യമുള്ള സാധനം അതാണ്. നിങ്ങളവിടെ ഏതാ ചിക്കൻ മേടിക്കുന്നത്? ഇച്ചിരി ചെറുതായിട്ട് കട്ട് ചെയ്യാൻ പറയണേ, സാധാരണക്കാട്ടിലും. ഇവിടുത്തെ എല്ലാം നല്ല ഫ്രഷുമാണ്. ഇവിടുത്തെ ഇറച്ചി ഭയങ്കര ബീഫൊക്കെ നല്ല കൂട്ടും. അതിനൊരു കുഴപ്പമില്ല, ഫ്രോസണാണ്. എന്നോട് കിച്ച് ചോദിക്കുക പോലും ഇല്ല. ബിക്കോസ് ഞാൻ വേണമെന്ന് പറയും, വേണ്ടെന്ന് പറയുന്ന ഉറപ്പുള്ളവരോടെ ചോദിക്കുള്ളൂ. ഇപ്പം എന്തിനാ ഇതൊക്കെ നോക്കുന്നേ? എനിക്ക് മനസ്സിലായില്ല. എന്തൊക്കെ ഇവിടെ ഉണ്ടെന്ന് അറിയണ്ടേ? കണ്ണിനൊരു കുളിർമ, കണ്ണിനൊരു കുളിർമ. കാലെ കൊണ്ടിരിക്കും. എനിക്ക് സ്മെല്ലില്ലാത്ത കാരണം എനിക്ക് കുഴപ്പമില്ല. കേക്കുകളുടെ കമനീയ ശേഖരം. ഓ മൈ ഗോഡ്. ബിസ്കോഫ് അടിപൊളി. ക്യാരമൽ ബിസ്കോഫ് ചീസ് കേക്ക്. ആ ഞങ്ങൾ മേടിച്ചിട്ടുണ്ട്. മീ ടു. മറ്റേ സിനമൺ ബ്രെഡ് ഇത് ഞങ്ങൾക്ക് ഇവിടെ കിട്ടും. ഇത്ര അടിപൊളി സാധനങ്ങളൊക്കെ കൊടുക്കുന്നത്. ഷുഗർ കട്ട് കാണാം. എന്നിട്ട് നമ്മൾ നല്ല മെൻ്റലി നമ്മൾ നല്ല സ്ട്രോങ് ആവണം. അതെന്നാ ഇപ്പോൾ എടുത്തത്? തിരാമിസു മിൽക്ക് കേക്ക്. അതാണോ തിരാമിസു? ആക്ച്വലി അതാന്ന് തോന്നുന്നത് തിരാമിസുവേ. ഇത് ഒരെണ്ണം മാത്രം, രണ്ടെണ്ണം മാത്രം ഇവിടെ വഴി മാറിയിരുന്നാണോ എന്ന് എനിക്ക് ഞാൻ കാണിച്ചു തരാം.
ദിസ് ഇസ് ലുലു. അനിറ്റയുടെ പെട്ടി എടുത്ത് വണ്ടി കൊണ്ടാണോ പോന്നേ? ഓക്കേ. എൻ്റെ ഈ സ്ഥലമൊക്കെ ഓർക്കുന്നുണ്ടോ? ഇപ്പൊ വന്നു ഈ പ്ലേസ്. ആ വന്നല്ലേ. പക്ഷേ അന്ന് ഇവിടെ ഇതിന് വേറെ എന്തോ ഒരു പേരുണ്ടായിരുന്നു. ഏതിന് പേരുണ്ടായിരുന്നു എന്നാ ഉദ്ദേശിക്കുന്നത്? വണ്ടി റിവേഴ്സ് എടുക്കുവാണെങ്കിൽ അവിടെ ഇടാറുണ്ട്. വെൽക്കം ടു നൈസ് ടു മീറ്റ് യു. നമ്മൾ ചിക്കൻ സ്റ്റ്യൂ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക. അപ്പോൾ എന്താണ് ലേഡീസ് സ്പെഷ്യൽ? അപ്പോൾ ചിക്കൻ സ്റ്റൂ റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. രണ്ടാം പാൽ ഒഴിച്ച് തിളച്ചുകൊണ്ടിരിക്കുന്നു. ഇനി ഒന്നാം പാൽ റെഡിയാവുന്നു. കാഷ്യൂനട്ട് അരച്ചുകൊണ്ടിരിക്കുന്നു. ലാസ്റ്റ് കടുക് താളിക്കണം. ഗരം മസാല ഇടാം. ഗരം മസാല നമ്മൾ കുറച്ച് ഗീ ഇട്ടു. ഇനി ഇതിനകത്ത് നമ്മൾ കുറച്ച് ചെറിയുള്ളി വഴറ്റുവാണ്. ചൂടാവുന്നതേ ഉള്ളൂ. ലാസ്റ്റ് ഇതിൻ്റെ കൂടെ കുറച്ച് കാഷ്യൂനട്ടും കിസ്മിസും ഇട്ട് വറുത്ത് നമുക്ക് അതിനകത്തേക്ക് ഒഴിക്കാം. സാമ്പാറാ? എൻ്റെ കറിയെ നീ പുച്ഛിക്കുന്നോ? ഞാനിതിനകത്ത് ഒഴിക്കട്ടെ. ഇതിനകത്ത് ഒഴിക്കും. ഇത് ഒന്നാം പാലും കാഷ്യൂനട്ടും കൂടെ അരച്ചത്. ഇനി നോക്കാം. ചൂടൊക്കെ ഇരുന്നൊന്ന് ഇനി നമുക്ക് ഇങ്ങോട്ടിടാവേ. ഇങ്ങനെ തന്നെ 2 മിനിറ്റ്സ് നമുക്ക് അടച്ചു വെക്കാം. അപ്പവും സ്റ്റൂവും. അപ്പം ഈസ് റെഡി. കറി ഒഴിക്കട്ടെ? വിളിച്ചു ഇടക്ക് നന്നായിട്ട് കുറുകി. മതിയോ? ചെടികൾ പറയണം കൂടി. എങ്ങനെയുണ്ട് എൻ്റെ കറി? സംഭവം ഇച്ചിരി ഉപ്പുകളുണ്ട്. ഞാൻ ഇച്ചിരി ഉപ്പിട്ട് വെച്ചിട്ടുണ്ട്. ഇത് പക്ഷേ നേരത്തെ കഴിച്ചപ്പോൾ ഉപ്പുണ്ടായിരുന്നേ. ഇതൊന്ന് ഉരുളക്കിഴങ്ങിട്ട് ഉപ്പ് കുറച്ച് പിടിക്കുന്നു. പിന്നെ ഇതെല്ലാം ഇട്ടിട്ടുണ്ട്. പിന്നെ ഇത് ഒഴിച്ചോളാം. തേങ്ങാപ്പാലും കാഷ്യൂനട്ട്
നാട്ടിലെ സീസൺ ബഫേലുണ്ട്. പപ്പയുണ്ടോ ചക്ക? പച്ചച്ചക്കയോ? ഭയങ്കര പൈസയായി. ഭയങ്കര പൈസയാണ്. 35 രൂപ കിലോ. നാട്ടിലൊക്കെ അതറിയാം, ചക്കക്കിലോ ഉണ്ട് 25 രൂപ. അതൊന്നും നഷ്ടം. നിന്റെ അപ്പൂന് തിന്നോ? നാട്ടിൽ നിന്ന് കൊണ്ടേ ഞാൻ വെച്ചിട്ടല്ല. അതെടുത്തിട്ട് വരാൻ ചോറൊന്നും വെക്കുന്നില്ല. അതെടുത്തിട്ട് വരാണെങ്കിൽ ഇവിടെ നമുക്കൊരു ആവശ്യമൊക്കെ ചിക്കക്കുരു നന്നായിട്ട് മുരിങ്ങക്കോൽ മാങ്ങയോ ചക്കക്കിലോ ചെമ്മീൻ. ചെമ്മീനിടാം. പച്ചച്ചെമ്മീനിടാം. ആണോ? എങ്ങനെ മഞ്ഞ ചക്കക്കുരും പെരിയാങ്കോലും പച്ചച്ചെമ്മീനോട്ട് നല്ല അടിപൊളിയായി. നമ്മൾ ചായ കുടിക്കാതെയായിരുന്നു വന്നിരുന്നെങ്കിൽ കുറച്ചുകൂടി തിന്നണം. അപ്പോഴേക്ക് ഇഷ്ടമായിട്ടുണ്ടാവില്ല. അന്നേരം ഇത്ര നേരം നിൽക്കാൻ പറ്റില്ല. വെറുതെ വിശന്ന് എന്തുകൊണ്ടാണ് നമുക്ക് ഇത്ര ഇത് തോന്നുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹെവി അല്ലേ? ഇച്ചിരി കഴിയും. ഗൈസ്, നമ്മുടെ ഗസ്റ്റ് ഓർ ഗോസ്റ്റ് എത്തിയിരിക്കുന്നു. ഇതാണ് നമ്മുടെ സിസ്റ്റർ അനീറ്റ ഫ്രം റിയാദ്. വലിയ പുള്ളിയൊക്കെയാണ്. അതെ, അവിടെ IC അടക്കി വാഴുന്ന പുള്ളിക്കാരിയാണ്. അപ്പോൾ എങ്ങനെയുണ്ടായിരുന്നു യാത്രയൊക്കെ? യാത്രയ്ക്ക് അടിപൊളിയായിരുന്നു, കുഴപ്പമൊന്നുമില്ലായിരുന്നു. ഇത്തവണ ബസ്സിനാ വന്നത്. യൂഷ്വലി കഴിഞ്ഞോണ്ട് വന്ന ട്രെയിനാണ്. ഇപ്രാവശ്യം ട്രെയിൻ കിട്ടിയില്ല, ഇപ്പം ബസ്സിന് പോന്നു. സമയമായതുകൊണ്ട് ഫ്രം റിയാദ് ടു ദമാം. യാത്രയ്ക്ക് സുഖമായിരുന്നല്ലേ? ഞങ്ങൾ അപ്പവും ചിക്കൻ സ്റ്റൂവും ഉണ്ടാക്കി കഴിച്ചു വർത്താനൊക്കെ പറഞ്ഞിരിക്കുന്നു. ടൈം ഈസ് 10:58. 11 ഇപ്പം അതൊക്കെ കിടക്കാൻ പോകുന്നു. അപ്പോൾ വെക്കേഷനൊക്കെയാണ്. ബാക്കി കണ്ടിന്യൂഷൻ അനദർ വീഡിയോ. ബാക്കി കഥകളൊക്കെ. അപ്പോൾ താങ്ക് യു ഗൈസ്, താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ, ഗുഡ് നൈറ്റ്.